അത് എനിക്കറിയാം. അത് പുറത്താരും കാണുന്നത് വേറൊരു രീതിയിലായിരിക്കാം, അവര് വിധിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കാം. എന്നാൽ എനിക്കും അറിയാം, സ്വർഗത്തിലെ ദൈവത്തിനും അറിയാം. എനിക്ക് ഒറ്റ കാര്യമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ, എനിക്ക് പറയാനുള്ളൂ. അവന്റെ ഉള്ളിലെ പ്രത്യാശയും അവന്റെ ഹൃദയത്തിലെ വിശ്വാസവും അവന്റെ ഹൃദയത്തിലെ ഉറപ്പുമാണ്, ഞാൻ വീണു എങ്കിലും വീണ്ടും എഴുന്നേൽക്കും. എന്നും നിങ്ങൾക്ക് എന്നെ ഈ അവസ്ഥയിൽ കാണാൻ ഒക്കത്തില്ല, എന്നും ദൈവം എന്നെ ഈ അവസ്ഥയിൽ ഇട്ടേക്കത്തില്ല. ഇത് എന്നെ ദൈവം പഠിപ്പിച്ചൊരു പാഠമാണ്. ഇനിയും പാപം കടന്നു വരാതെ ജീവിതത്തിൽ ജീവിതം സൂക്ഷിക്കപ്പെടാൻ, ജീവിതത്തെ ഒന്നുകൂടെ ശ്രദ്ധിക്കപ്പെടുവാൻ, അത് ദൈവം എന്നെ പഠിപ്പിച്ച ഒരു പാഠമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പരിഹസിച്ചാലും നിന്ദിച്ചാലും എനിക്കത് കാര്യമില്ല, അതിനകത്ത് എനിക്ക് വിഷയമേ അല്ല. ഞാൻ യഹോവയെങ്കിലെ നോക്കും. അവൻ എന്റെ രക്ഷയാണ്, ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ആരൊക്കെ എന്റെ അടുത്ത് എന്നെ വിട്ട് ഓടി മറഞ്ഞു പോയാലും എനിക്കത് വിഷയമേ അല്ല, എനിക്കത് സങ്കടമേ അല്ല. എന്റെ രക്ഷയായ സഹായിക്കട്ടെ. കർത്തദാസിയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബം അവരുടെ ഓയൂരിന്റെ ഭാഗത്ത് സോദരിക്ക് വാപ്പാലെ തോന്നിപ്പോ സൂക്ഷിക്കുന്ന സോഫർ അദ്ദേഹം വേങ്ങൂർ ആക്ച്വലി അദ്ദേഹത്തിന് ശരീരം ക്ഷീണിതനാണെന്ന് പറഞ്ഞു. വാസു ഞാൻ പറഞ്ഞു വാഹനം മറ്റും ശരിയല്ലല്ലോ സ്വന്തം, രാവിലെ കോൾഡും പനിക്ക് വാരപ്പുഴയാണ് സ്വന്തം പ്രയാസമുണ്ട്, കുട്ടിയെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. നല്ല ഉടനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിന്റെ നമ്മൾ കൈമാറാനുള്ള ദിവ്യ സന്ദേശം ഒട്ടും മറകൂടാതെ സ്വന്തം ശക്തിയോടെ അത് വെളിപ്പെട്ട് വരാനായിട്ട് പ്രാർത്ഥിക്കും. ഇന്നലെ രാത്രിയിലെ വളരെ ശക്തത്തിലെ വാർത്തകൾ ശുശ്രൂഷിച്ചതിന് ശേഷം രണ്ടുപേരെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ സ്വന്തം അവരുടെ വ്യക്തിപരമായിട്ട് പറഞ്ഞ ആലോചന വളരെ വളരെ സ്വന്തമാവേണ്ടി അവരാണ് ജീവിതത്തോടെ അനുഗ്രഹമായിരുന്ന കാര്യം ഒക്കെ കേൾക്കാനായിട്ട് കണ്ടു. അതുകൊണ്ട് അവരുടെ മനുഷ്യനല്ല സ്വന്തമാവേണ്ട പരിശുദ്ധാത്മാവ് തന്നെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങൾ എന്നെ കാണുവാൻ പോകുന്നത്. ആ നിന്ദിച്ചവരും ആ പരിഹസിച്ചവരും കളിയാക്കിയവരും അവരെ ലജ്ജ കൊണ്ട് മൂടുമെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതാണ് ഒരു ദൈവപ്രവൃത്തി. പാപത്തിൽ വീണുപോയി എന്ന് പറഞ്ഞ ദൈവം എന്നേക്കുമായി സദാകാലത്തേക്കുമായി ദൈവം അവനെ തള്ളിക്കളയുന്നില്ല. അനുദപിച്ച് കയറി വരുവാൻ, ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ ഒരു അവസരം ദൈവം അവന് കൊടുക്കും. ആ സമയത്തിനുള്ളിൽ ദൈവം അവനെ ഒരുക്കിയെടുത്ത് ശക്തമായി തന്നെ ഉപയോഗിക്കത്തക്ക നിലയിലേക്ക് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവരും. അതാണ് ഇതിന്റെ വലിയ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ജീവൻ ഗ്ലോബൽ പ്രയർ മൂവ്മെന്റിന്റെ അഡ്മിനായിരിക്കുന്ന പാസ്റ്റർ രവി ജയഹോബത്ത് എന്റെ സുഹൃത്താണ്, സ്നേഹിതനാണ്. അദ്ദേഹവുമായിട്ട് ദീർഘകാലത്തെ പരിചയവും സ്നേഹമുണ്ട്. കർത്താരദാസൻ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കൽ സൂം മീറ്റിംഗിൽ കടന്നു വന്ന് ശുശ്രൂഷിപ്പാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലവും ഇന്ന് രാത്രികാലവും ആയിരിക്കാനിടയാകുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഗാനങ്ങൾ ലീഡ് ചെയ്ത മാത്യു പി ചാക്കോ പാസ്റ്റർ, അതുപോലെ തന്നെ പ്രയർ ലീഡ് ചെയ്ത രാകേഷ് ചെറിയർ പാസ്റ്റർ, മറ്റ് ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവ മക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ നമുക്ക് സമർപ്പിക്കാനിടയായി തീർന്നല്ലോ. രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ദൈവാശ്ര എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാ. അവന് പിന്നെ എന്താ പ്രശ്നം? അവൻ ഇത്രയും അവന് കുറ്റം വഹിക്കേണ്ട കാര്യം എന്താ? ഒന്നുമില്ല. അവൻ മാന്യനാന്നാ പറയുന്നത്. പിന്നെ അവന് വേറെ ഒന്നും വഹിക്കേണ്ട ആവശ്യം അവനില്ല. എന്നാൽ എബേസ് നോക്കുമ്പം അവന്റെ അമ്മ എപ്പോഴും നിരാശവതിയാ. ആ അമ്മയുടെ മുഖത്തൊരു സന്തോഷമില്ല. ചിലപ്പോ ആ വീട്ടിലെല്ലാം ഉള്ളതായിരിക്കും, ബാക്കിയുള്ള സഹോദരങ്ങളൊക്കെ നല്ല നിലയിലായിരിക്കും, ഇവൻ മാത്രം ചിലപ്പം കുറച്ച് ഡൗൺ ആയിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. അല്ലാതെ ഇതൊന്നും വലിയ വ്യത്യാസമോ വലിയ ബലഹീനതയോ പോരായ്മയോ ഒന്നും പറയാനില്ല അവനെ കുറിച്ച്. എന്നാൽ
യബ്ബേസ് ഒരു കാര്യം അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അന്ന് വരെ അവൻ ശ്രദ്ധിക്കാത്തൊരു കാര്യം അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ വിഷയം അവൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ വിഷയം പ്രാർത്ഥിക്കുന്നതിനു മുമ്പ് വരെ അവൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ ആ വിഷയം പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനല്ലേ കുറച്ചു മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ ചിലത് ശ്രദ്ധിക്കാൻ തുടങ്ങി. വേറെ എങ്ങുമല്ല, വേറെ ആരെയല്ല ശ്രദ്ധിക്കാൻ പോയത്, സ്വന്തം അമ്മയാ ശ്രദ്ധിച്ചത്. അമ്മ എല്ലാത്തിലും സന്തോഷവതിയാണ്, എല്ലാത്തിനും ആക്റ്റീവാണ്, എല്ലാം ശരിയാ. പക്ഷേ യബ്ബേസിന്റെ അടുത്ത് വരുമ്പം യബ്ബേസിനെ കാണുമ്പോൾ മുഖം അങ്ങ് ബ്ലിങ്ങുന്നാവും. ഇത് നേരത്തെ ഒന്നും കത്തിയില്ല യബ്ബേസിന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവന്റെ ഹൃദയത്തെ തൊടാൻ തുടങ്ങി. അവൻ ചിന്തിക്കാൻ തുടങ്ങി, അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ വേറെ ആരെയല്ല ശ്രദ്ധിച്ചു, അവന്റെ അമ്മയെ ശ്രദ്ധിച്ചു. എന്നിട്ട് അമ്മയോട് ഡയറക്റ്റ് ചോദിച്ചു, അമ്മ നിങ്ങൾ എന്നോട് മാത്രം നിങ്ങളല്ല, അമ്മയോട് ചോദിച്ചാണ്, അമ്മ എന്താ എന്നോട് മാത്രം, എന്നെ കാണുമ്പം അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുമ്പോ, എന്റെ അടുത്ത് വരുമ്പോ, അല്ലെ എനിക്ക് ചോറ് വിളമ്പി തരുമ്പോ, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ വരുമ്പോ മാത്രം എന്താ അമ്മ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ? മുഖത്തെ സന്തോഷം പോന്നെ എന്താ? ആ സമയത്താണ് മാതാവ് യബ്ബേസിനോട് പറയുന്നേ, എടാ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ വലിയ പ്രതിസന്ധിയിൽ കൂടെ അല്ലെങ്കിൽ വലിയ കഷ്ടത്തിൽ കൂടെ പോയി. പക്ഷേ അതിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നു. അതിനകത്ത് അവര് സന്തോഷിക്കേണ്ടതല്ലേ? അതിനകത്ത് അവര് നന്ദി കാണിക്കേണ്ടതല്ലേ ദൈവത്തോട്? അത് ചെയ്തില്ല. അന്നത്തെ ഇപ്പം ഒരു എക്സാമ്പിൾ, ഇപ്പം യബ്ബേസിന് ഒരു 30 വയസ്സുണ്ടെങ്കിൽ ആ 30 വയസ്സിന് മുമ്പ് തന്നെ ആ സമയത്ത് തന്നെ ഇതൊക്കെ മറക്കണ്ടിതാ. യബ്ബേസ് വളർന്നു വരുമ്പം അനുസരിച്ച് അവൻ മാന്യനാവണമെങ്കിൽ അവന്റെ സ്വഭാവത്തിലും അവന്റെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണും. അതുകൊണ്ടാണ് അവൻ മാന്യനെന്ന് പറയാൻ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു സാക്ഷ്യം അവന് ലഭിച്ചത്. അത് കണ്ടിട്ട് മാതാവിന് സന്തോഷം വരുന്നതാ. എന്നാൽ ആ സന്തോഷത്തിന് പകരം ദുഃഖമാണ് വന്നത്. യബ്ബേസ് ചോദിച്ചു, ആ സമയത്ത് ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടാണ് നിന്നെ പ്രസവിച്ചത്. ഇത് കേട്ട് അതാണ് ഏറ്റവും കൂടുതൽ യബ്ബേസിനെ വേദനിപ്പിച്ചത്. യബ്ബേസ് ചിന്തിച്ചു, എന്നാലും ഈ അമ്മ ഇങ്ങനെയാണല്ലോ എന്നോട് ഇത്രയും നാള് ഇങ്ങനെ ആയിരുന്നല്ലോ, എന്നോട് സന്തോഷത്തോടെ അല്ലല്ലോ എന്നെ മോനെന്ന് വിളിച്ചത്, അല്ലെങ്കിൽ യബ്ബേസ് എന്ന് വിളിച്ചത്. ആ പേര് തന്നെ ഇട്ടത് അത്രയ്ക്കും വിഷമത്തോടെയാ. ആ അർത്ഥം വരുന്ന പേര് കണ്ടുപിടിച്ച് അവര് ഇടണമെങ്കിൽ അത്രമാത്രം വിഷമം പ്രതിസന്ധി കൂടി കടന്നു പോയിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ ദൈവം അതിൽ നിന്നൊക്കെ വിടുവിച്ച് അതിനെല്ലാം നീക്കുപോക്ക് കൊടുത്തിട്ടും അവരുടെ ഉള്ളിൽ നിന്ന് അത് മാറാതെ കടക്കുന്ന ഒരു കരട് പോലെ